അല്ലു അർജുൻ്റെ പുഷ്പ 2 ഇന്ന് റിലീസായിരിക്കുകയാണ്. ഇവിടെ തിയേറ്ററിൽ പുഷ്പയുടെ വേഷമൊക്കെ കിട്ടി ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ പ്രതികരണങ്ങളെല്ലാം ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ പുഷ്പ 2 വൈൽഡ് ഫയർ ആണോ നമുക്ക് നോക്കാം. വൈൽഡ് ഫയർ ആണോ? യെസ്, വൈൽഡ് ഫയർ ആണ്. യെസ്. അല്ലു അർജുൻ്റെ പെർഫോമൻസ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫഹദിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസാണ്. കാര്യം ഈ മറ്റുള്ള ഭാഷയിലുള്ള സിനിമയിലുള്ള ആൾക്കാരൊക്കെ ഫഹദിനെയാണ് കൊണ്ടുവന്ന് എല്ലാ രീതിയിലും പടം എടുക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്രയും കഴിവുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫഹദ് ഫാസിലിനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളെന്ന്. പടം നല്ലതായിരുന്നു. പിന്നെ ഫഹദ് ബൻവർ സിംഗ് ഷിക്കാവത്ത് സൂപ്പറായിട്ട് നല്ല ആക്ടിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു പടം. അടിപൊളിയാണ്. തേർഡ് പാർട്ട് നോക്കിയിരിക്കുന്നു. ഫഹദിൻ്റെ പാട്ട് ഫഹദ് നന്നായിട്ട് ചെയ്തു. അല്ലു അർജുൻ മാസ് പടം ആ ഒരു നല്ല നമ്മൾ പിടിച്ചിട്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ ഡാൻസ്, പുള്ളിക്കാരൻ്റെ എല്ലാ ആക്ടിങ് അടിപൊളി സൂപ്പറായിരുന്നു, സ്വാഗായിരുന്നു. താങ്ക് യു. సూపర్ బ్లాక్ బస్టర్ లాస్ట్ హాఫ్ అన్ అవర్ సంపేసే సినిమా സൂപ്പർ. വൈൽഡ് ഫയർ ആണോ? వైల్డ్ ఫైర్ വൈൽഡ് ഫയർ. പുഷ്പ താഴത്തില്ലടാ. സൂപ്പർ പൊളി. ഫസ്റ്റ് കാട്ടി സെക്കൻഡ് സൂപ്പർ ആയിട്ടുണ്ട്. അതിന്റെ വെയിറ്റിംഗ് ആണ്. படம் ஆக்சுவலி நான் தளபதி ஃபேன்ஸு, ஆனால் தரமாக இருக்குது படம் சார். நடிப்பு செம நடிப்பு, அவர் நடிப்பு அவர் தான் மெயினே. செம்மையாக இருக்குது படம். அல்லு அர்ஜுன் செம ஹீரோ, வெறியாக இருக்குது, தரமான சம்பவம். என்ன சார், இன்னும் ஒரு 3 வாட்டி வருவேன், 5 வாட்டி வருவேன். നല്ല മൂവി നല്ല പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ രണ്ടുപേരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. సూపర్. ഫഹദാണോ അടിപൊളിയായിരുന്നു? ഫഹദ് അല്ലു അർജുന രണ്ടുപേര് രണ്ട് രീതിയിലാണ് അഭിനയിച്ചത്. നല്ല അഭിനയം. ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് ഫഹദും സ്കോർ ചെയ്തു, അതേപോലെ പുഷ്പ സ്കോർ ചെയ്തു. അല്ല, ഈ ഒരു വേഷം കെട്ടിയിട്ട് ഇങ്ങനെ, അതായത് പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വേഷമാണ് ചെല്ലോ ശരിക്കും. ഇതിങ്ങനെ കെട്ടി തിയേറ്ററിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ചേതോവികാരം എന്താണ് ആക്ച്വലി? അത് ഞാനൊരു കലാകാരനാണ്. ഞാൻ ഒരുപാട് 2-3 സിനിമയിലൊക്കെ ഞാൻ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതിലൊന്നും നമ്മളെ ഡയറക്ടർ എന്ന് പറയുന്നത് മാറിയില്ലടേ ചായയും കടിയും കൂടിയിടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് നമ്മളൊരു തീരുമാനത്തെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ഉള്ള കാര്യം അതാണ്. വന്നപ്പോഴത്തേക്ക് ഞാനൊരു കലാകാരനായതുകൊണ്ട് എനിക്ക് ഒട്ടും നാണക്കേടില്ല. ഞാൻ ഏത് കോസ്റ്റ്യൂമിലാണെങ്കിലും വരും. ഇപ്പോൾ ഒരു സിനിമാ നടന്മാരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോസ്റ്റ്യൂം ഇടാൻ പറഞ്ഞു കഴിഞ്ഞാലും അവർ ആ കോസ്റ്റ്യൂം ഇട്ട് തന്നെ അഭിനയിക്കും. അല്ലു അർജുൻ ഇപ്പം പെൺവേഷം കെട്ടി വന്നില്ലേ, ചെയ്തില്ലേ? അതേപോലെ ഞാനും വന്നു. ഞാനൊരു പ്രേക്ഷകനും ഒരു കലാകാരനും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു നാണവുമില്ല. കോസ്റ്റ്യൂമിൻ്റെ പൈസ എന്നാൾ ഇതായിരിക്കണം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു 2 ഓട്ടോ കൂടിയിട്ട് ചുല്ലിയൊക്കെ അടിച്ച രസം കൊടുക്കാന്ന് പറഞ്ഞു. എല്ലാവരും എന്ത് ചെയ്യാനാ? ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തിയേറ്ററിൽ ഇതുപോലെ വേഷം കെട്ടി വരുന്നതിന് കുറ്റവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണ്? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ ഇതുപോലെ കണ്ടു. അപ്പോൾ വെറുതെ തോന്നി ഞങ്ങൾ ചെയ്തു. ഈ റീൽസ് ഒക്കെ ചെയ്യില്ലേ, നമ്മൾ കോപ്പി അടിച്ച് ഓരോന്ന് ചെയ്യില്ലേ, അതുപോലെ വെറുതെ ചെയ്യണം എന്ന് തോന്നി ചെയ്തു. അടുത്തയും സിനിമയ്ക്കൊക്കെ പറയുന്നുണ്ട് ചെയ്യണം, ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. ചെയ്യാൻ പറ്റി, ഇതുപോലെയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റി, നമ്മൾ ചെയ്യും. അല്ല, ഞങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന സമയത്ത് വെറുതെ ഒരു ടോക്കിൽ പറഞ്ഞതാണ് ഇതുപോലെ നമുക്കും ചെയ്താലോ എന്ന് ചോദിച്ചതാണ്. പിന്നെന്താന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുള്ളിക്കാരന് സെറ്റാക്കി കൊടുത്തതാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് വല്ല ആവശ്യമില്ല കൊല്ലൂടാ നിന്റെ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. നമ്മൾ കഴിവുള്ളവർ എഴുതുന്നു, നമ്മൾ കാണുന്നു, അഭിപ്രായം പറയുന്നു, അത്രയല്ലേ ഉള്ളൂ.